ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ അമ്മ സച്ചിയുടെയും രേവതിയുടെയും യാത്ര മുടക്കാൻ ശ്രമിച്ചാൽ അതിനുള്ള മറുമരുന്നാണെന്ന് പറഞ്ഞ് കുറേ മരുന്നും സിറിഞ്ചും ഒക്കെ കൊണ്ടുവന്ന് കാണിച്ച് നമ്മുടെ സച്ചി ചന്ദ്രമതിയെ പൊളിച്ചടിക്കേച്ച് അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ രവിയേട്ടൻ ഇതൊക്കെ കണ്ടുകൊണ്ട് സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു. രവിയേട്ടൻ നേരം ചന്ദ്രേ വരുന്നറിഞ്ഞല്ലോ, ഇനി നമുക്ക് കിടന്നുറങ്ങാം ബാ എന്നും പറഞ്ഞ് ചന്ദ്രയെ വിളിക്കുക. ചന്ദ്ര നേരം കലി കയറി ഇങ്ങനെ നിൽക്കുക കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അമ്മ അവിടെ ഇരുന്ന് ഫോണിൽ വിളിക്കുക, അതായത് രേവതിയുടെ അമ്മ. അപ്പോൾ ദേവ് തൊട്ടരികിൽ ഇരിപ്പുണ്ട്. അപ്പോൾ മോളെ ഞാനിപ്പോൾ വീട്ടിലാണ് ഉള്ളതെന്നൊക്കെ പറഞ്ഞ് നീ പറഞ്ഞിടത്തൊക്കെ പൂ കൊടുത്തിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അമ്മ. അപ്പോൾ ജോലിയൊക്കെ രാവിലെ തീർത്തിട്ടുണ്ട്, അപ്പോൾ ഞങ്ങൾ കാപ്പി കുടിച്ചിട്ട് കടയിലേക്ക് പോകാൻ നോക്കുക എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്ക് രേവതി സച്ചിയും പോകാനിവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അമ്മ ദേവുവിനൊന്ന് ഹോസ്പിറ്റലിൽ പോകണ്ടേന്ന് ചോദിച്ചപ്പം പോകണം, അവള് അതുവഴി അങ്ങ് പോകുമെന്നും പിന്നെ നിങ്ങൾ ഇറങ്ങിയോ എന്നൊക്കെ അമ്മ ചോദിക്കും കേട്ടോ. അന്നേരം ഇല്ല അമ്മേ, ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു രേവതി. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങൾ പോയിട്ട് വരുന്നത് വരെ മനസമാധാനം ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അമ്മ. അപ്പം ഞാനെന്താ അമ്മേ കൊച്ചു കുട്ടിയാണോ എന്ന് ചോദിച്ചാൽ രേവതി അതെ എൻ്റെ കൂടെ എന്തിനു പോകുന്ന ഒരാളില്ലേ എന്ന് ചോദിക്കുക. അപ്പം അത് മാത്രം എൻ്റെ ധൈര്യമെന്ന് അമ്മ പറയാം രേവതിയോട്. ശരി, രണ്ടുപേരും സന്തോഷത്തോടെ പോയിട്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ചേച്ചി സച്ചേട്ടാ ഹാപ്പി ജേണി കേട്ടോ എന്ന് നമ്മുടെ ദേവു. അപ്പം ശരി ശരി ഞങ്ങളെ പുറപ്പെടാൻ പോകും, എത്തിയിട്ട് വിളിക്കാട്ടോ എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവർ പെട്ടി കേട്ട് ഇവർ താഴേക്ക് ഇറങ്ങി ചെല്ലുന്നു. ചന്ദ്ര അന്നേരത്തേക്കും അയ്യോ എൻ്റെ അമ്മേ എൻ്റെ നടുവേ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ശ്രുതിയും ഇറങ്ങി വരുവാണ് ഇവർക്ക് ഷോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ചെല്ലുന്നു. അപ്പോൾ അമ്മേ സമയം ഒരുപാടായി, ഞങ്ങൾ ഷോറൂമിലേക്ക് ഇറങ്ങാം കേട്ടോ എന്ന് പറഞ്ഞു. അയ്യോ ഷോറൂമിൽ നീ പോയാൽ മതി, ശ്രുതി ഇവിടെ നിൽക്കട്ടെ, എനിക്ക് ഒറ്റയ്ക്ക് കിടന്ന് അടുക്കള പണിയാൻ വയ്യ, എനിക്ക് സഹായം വേണമെന്ന് ചന്ദ്ര. ശ്രുതി നീ പോണ്ടാട്ടോ, എന്തൊക്കെ പണികളാണ് ഇവിടെ കിടക്കുന്നതെന്ന് അറിയാവുന്ന ചോദിക്കുമ്പം ആൻറ്റി എനിക്ക് കുറച്ച് കണക്കുകൾ നോക്കാനുണ്ട്, പോയേ പറ്റുള്ളൂ എന്ന് ശ്രുതി പറയും. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, എന്നെ എല്ലാവരും കൂടെ അങ്ങ് കൊല്ലുക എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. അപ്പോഴത്തേക്ക് രേവതിയും സച്ചിയും കൂടെ ഇറങ്ങി വരുന്നു. അപ്പോൾ സച്ചിയും രേവതിയും കൂടെ പെട്ടിയൊക്കെ ആയിട്ട് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ അച്ഛൻ ഞങ്ങൾ ഇറങ്ങും കേട്ടോ ഒന്നും കൂടെ സച്ചിയുടെ വക ഒരു വിളിച്ച് പറിച്ചില്ല. എടാ ഇത്രയും വലിയ പെട്ടിയൊക്കെ ആയിട്ട് നീക്ക് എങ്ങോട്ടാ, ഞാൻ ഒരു വർഷത്തെ തുണി ഉണ്ടെന്ന് തോന്നുന്നല്ലോ, നിങ്ങൾ 2 ദിവസത്തേക്കല്ലേ പോകുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ എടാ അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞു സച്ചി. അമ്മേ ദേ ഇവർ കിട്ടിയ ചാൻസ് മുതലാക്കുക, 2-3 ദിവസം എന്നൊക്കെ വെറുതെ പറയാം, ഇതേ പെട്ടി കണ്ടില്ല ഇവർ അടുത്തൊന്നും വരാൻ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി അമ്മയോട് പറയുമ്പം എടാ ഞങ്ങൾക്ക് തോന്നുമ്പോൾ വരും തോന്നുമ്പോൾ പോകും, അത് നിനക്കും താഴാന്ന് ചോദിച്ചു സച്ചി. അതിവിടെ പറ്റില്ല അല്ലേ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അന്നേരം പറയുമ്പോൾ ചന്ദ്രൻ എന്ന് പറഞ്ഞ് തലയാട്ടി. അസൂയ നിനക്ക് പോകാൻ പറ്റാത്തതിൻ്റെ അസൂയ അല്ലേടാ എന്ന് സച്ചി അന്നേരം ചോദിച്ചു. അപ്പം പിന്നെ ഞങ്ങൾക്ക് എന്തിനാ അസൂയ, പോകുന്നത് മൂന്നാറിലേക്കല്ലേ അല്ലാതെ അമേരിക്കയിലേക്കൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി പറയുമ്പം അതിന് നിങ്ങൾ മൂന്നാറിൽ പോലും പോയിട്ടില്ലല്ലോ എന്ന് രേവതി അന്നേരം കയറി പറഞ്ഞു. പോകാലോ ഇനിയും എന്ന് ശ്രുതി പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക സച്ചി. അപ്പോഴത്തേക്ക് അച്ഛൻ എടാ സച്ചി മോനെ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് വന്നു. എടാ എല്ലാം റെഡി ആയിട്ട് നിൽക്കുകയാണോടാന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. ഇപ്പം തന്നെ ഒരുപാട് ലേറ്റ് അയച്ചാ, ഇപ്പം ഇറങ്ങിയാലേ നേരത്തെ അങ്ങോട്ട് എത്തോളൂ എന്ന് സച്ചി പറയാം. എന്നാൽ പിന്നെ ഇത് വെച്ചോന്ന് പറഞ്ഞ് കുറച്ച് പൈസ എടുത്തു കൊടുത്തു. അപ്പോൾ വേണ്ട അച്ഛാ ഞങ്ങളുടെ കയ്യിൽ കാശുണ്ട് എന്ന് സച്ചി പറയുമ്പോൾ പിടിക്കടാ, നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെന്നൊക്കെ എനിക്കറിയാം, എന്നാലും ഒരു വഴിക്ക് ഇറങ്ങല്ലേടാ, ഇത് എൻ്റെ സന്തോഷത്തിന് വേണ്ടി തരുന്ന വെച്ചോ എന്ന് രവിയേട്ടൻ പറഞ്ഞു. അപ്പോൾ സച്ചി അത് വാങ്ങിച്ചപ്പോൾ അച്ഛാ ഭക്ഷണമൊക്കെ സമയത്തിന് കഴിക്കണം കേട്ടോ എന്ന് പറഞ്ഞു രേവതി. പിന്നെ ഗുളിക കഴിക്കാൻ മറക്കല്ലേ എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു ഒരുത്തി ഇവിടെ ഉണ്ട്, ഇതൊക്കെ സമയത്തിന് കൊടുക്കാൻ എനിക്ക് അറിയാമെന്ന് ചന്ദ്ര നെരുങ്ങി ചാടി കയറി പറഞ്ഞു. അവളുടെ ഒരു സ്നേഹാഭിനയം ഒന്ന് പോവാൻ നോക്കടി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി രേവതിയോട് കുറ്റം പറയുമ്പോൾ അല്ലെങ്കിൽ വഴക്ക് പറയുമ്പോൾ എന്താ ചന്ദ്ര ഇത്, എന്നും അവളല്ലേ എനിക്കിതൊക്കെ ചെയ്തു തരാറുള്ളത്, നീ മുഖം കറുപ്പിക്കാതെ നല്ല വാക്ക് പറഞ്ഞ ഒരു യാത്രയാക്കാൻ നോക്കാനായിട്ട് അച്ഛൻ പറയുമ്പോൾ പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഒരു തിരിക്കൽ. അപ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ നോക്കും അമ്മേ അത് കിട്ടില്ല എന്ന്. അപ്പോൾ അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുമില്ല അച്ഛാ, അതുകൊണ്ട് തന്നെ വിഷമവും ഇല്ല എന്ന് പറഞ്ഞു സച്ചി. അതൊക്കെ പോട്ടെ നിങ്ങൾ ഇറങ്ങാൻ നോക്കാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് രേവതി യാത്ര പറഞ്ഞു. അപ്പോൾ അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് അവരങ്ങ് ഇറങ്ങി. പോയി അടിച്ച് പൊളിക്കുക, അവൻ ബാറി കയറി കാശിനെ കുടിച്ചിട്ട് അവിടുത്തെ സാധനങ്ങളായിരിക്കും അടിച്ച് പൊളിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുധി അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറയുമോ എടാ ഞാനൊരു നല്ല വഴിക്ക് ഇറങ്ങുക, അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ എന്ന് സച്ചി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ചന്ദ്രമതി പിന്നെ എന്നും പറഞ്ഞ് നിൽക്കുകയാണ് കോസ്റ്റ്യൂം കാണിച്ച്. അപ്പം ഞങ്ങളൊന്ന് ഇറങ്ങുക അച്ഛാ അമ്മേ പോയിട്ട് വരാവേ എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് പോണു. അവരങ്ങ് പോയ സമയത്ത് ശ്രീകാന്തും വർഷയും ഓടി വന്നു. അപ്പോൾ ഏട്ടാ ഓൾ ദി ബെസ്റ്റ്, പിന്നെ കല്യാണം കഴിഞ്ഞ് കുറച്ചായെന്ന് വെച്ചാൽ ഹണിമൂണിനൊക്കെ ഓർമ്മൊന്നും വരുത്തേണ്ട കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പോടാ അവിടെ നിന്ന് സച്ചി. രേവതി ചേച്ചി അവിടെ എത്തിക്കഴിഞ്ഞാലേ ഫോട്ടോസ് അപ്പോഴപ്പോഴേ സെൻഡ് ചെയ്ത് തരണം കേട്ടോ എന്ന് പറഞ്ഞു വർഷ. അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് ഇവർ വണ്ടിയിൽ കയറി ഇവരങ്ങ് പോണു. ഇങ്ങനെ അവർക്ക് ടാറ്റയൊക്കെ കൊടുത്ത് ഇവരിങ്ങനെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അച്ഛന് ഭയങ്കര ഒരു സങ്കടം, മക്കൾ രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞപ്പോൾ.
അപ്പം അച്ഛൻ്റെ മുഖത്തെ ആ ഒരു സങ്കടം ശ്രീകാന്തും വർഷയും ശ്രദ്ധിച്ചു. അപ്പോൾ രവിയേട്ടൻ ഇങ്ങനെ സങ്കടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കാം. അപ്പോൾ എന്താ അച്ഛാ പറ്റിയെന്ന് ചോദിച്ചു. അവർ പോയതുകൊണ്ടാണ് ഈ സങ്കടം. അവർ 3 വരെയല്ലേ പോയിട്ടുള്ളൂ, ഇത് 2 ദിവസം കഴിഞ്ഞ് അവരിങ്ങ് തിരിച്ചു വരികയും ചെയ്തില്ലേ, പിന്നെ ഇതിനെ കരയുന്നതെന്നൊക്കെ ചോദിച്ചു വർഷ. ഇവിടെ എനിക്ക് ചുറ്റും ചന്ദ്രയും സുധിയും എല്ലാവരും ഉണ്ട്, എന്നാലും സച്ചിയും രേവതിയും ഇല്ലെങ്കിൽ തനിച്ചായതുപോലെ എനിക്കെന്ന് രവിയേട്ടൻ ചാടിക്കയറി ഇവരോട് പറയുക. പിന്നെ ഇനിയിപ്പോൾ 2-3 ദിവസം എങ്ങനെയാണ് തള്ളി നീക്കുന്നതെന്ന് എനിക്കറിയില്ല എന്നും രവിയേട്ടൻ പറഞ്ഞു. അതോർക്കുമ്പോഴോ ഒരു സങ്കടമൊന്നും. അങ്ങനെ അതും പറഞ്ഞതേ നമ്മുടെ രവിയേട്ടനകത്തേക്ക് കയറിപ്പോയി. ഇവരും അങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ദേവു അവിടെ നിന്ന് ആർക്കോ ഫോണിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കാം. അപ്പോഴത്തേക്ക് അമ്മ ദേവു എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് ചാടിക്കയറി അങ്ങ് ചെന്നു. അപ്പോൾ നീ ഇനിയും പോയില്ലേ എന്ന് ചോദിച്ചു അമ്മ. ഞാൻ പോവും അമ്മ എന്ന് പറഞ്ഞിട്ട് ദേവ് വേഗം ഒന്ന് പോകാനായിട്ട് ഒരുങ്ങുന്നു. കുറച്ച് നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, നീ എപ്പോഴും ഫോണിൽ തന്നെയാന്നും, ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നീ, എന്താ നിനക്ക് പറ്റിയതെന്നൊക്കെ ചോദിക്കാം അമ്മ. ഒന്നുമില്ല അമ്മേ, ഞാൻ അക്കൗണ്ട്സ് ഒക്കെ നോക്കുമായിരുന്നു, ചിലതൊക്കെ അവർ ഫോണിൽ അയച്ചു തരും, ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവു അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോണു. ദേവു അങ്ങ് പോയപ്പോൾ അമ്മ ഇങ്ങനെ ദേവുവിനെ നോക്കി തന്നെ അങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അമ്മ അതിലൊന്നും വേറെ ഒന്നും വിചാരിക്കണമില്ല. ദേവു അവിടെ നിന്ന് അങ്ങ് പോയി. പിന്നെ കാണിക്കാൻ നമ്മുടെ സച്ചിയും രേവതിയും കൂടി മൂന്നാറിലെത്തിയ ആ ഒരു ഇതാണ്. രണ്ടുപേരും കൂടി നല്ല അടിപൊളിയായിട്ട് നല്ല കോടമഞ്ഞിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വണ്ടി ഇഷ്ടമായി നിനക്കെന്ന് ചോദിക്കുമ്പോൾ വണ്ടിയൊക്കെ ഇഷ്ടമായി, പക്ഷേ വഴിയിൽ വെച്ച് എന്തിനാ വണ്ടി മാറ്റിയത്, നമ്മുടെ കാറ് തന്നെ മതിയായിരുന്നു എന്ന് പറഞ്ഞപ്പം നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു തകരാറായിട്ടല്ലേ, ചിലപ്പോൾ വഴിയിലാകാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഈ വണ്ടി എടുത്തതെന്ന് സച്ചി പറയാം. ഇത് മഹേഷ് ഏട്ടൻ്റെ വണ്ടിയാണോ എന്ന് ചോദിക്കുമ്പം ഇത് അവൻ്റെ സുഹൃത്തിൻ്റെ വണ്ടിയാ, അങ്ങേര് പുറത്ത് പോകുമ്പോൾ ഇത് മഹേഷിനെ ഏൽപ്പിക്കും, അതുകൊണ്ട് നമുക്ക് എന്തായാലും ഉപകാരമായെന്ന് സച്ചി. നല്ല വില കൂടിയ വണ്ടിയാ, തട്ടാതെ മുട്ടാതെ മഹേഷ് ഏട്ടനെ തന്നെ കൊടുക്കണം, സൂക്ഷിച്ച് ഓടിക്കണേ എന്ന് രേവതി പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചി ഒരു ചിരി. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ സച്ചിയും രേവതിയും അവരുടെ യാത്ര തുടരുന്നു. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം എവിടെയും നമ്മൾ പോയിരുന്നില്ലല്ലോ, നമ്മൾ തമ്മിൽ നല്ല അടിയായിരുന്നല്ലോ. കുറേ കഴിഞ്ഞ ആദ്യമായിട്ട് യാത്ര പോയത് അത് ഒരു മെയ് മാസത്തിലാണെന്നൊക്കെ രേവതി പറഞ്ഞപ്പം മെയ് മാസത്തിലോ എവിടേക്കാ പോയത്? മാർക്കറ്റിൽ മീൻ മേടിക്കാനായിട്ടേ. മീൻ വാങ്ങിക്കാൻ പോയത് ഒരു യാത്രയൊക്കെ ആണോ എൻ്റെ രേവതി? എൻ്റെ പൊന്ന് രേവതി, ഇതുപോലെയുള്ള യാത്രകളില്ലേ, അതിനെക്കുറിച്ചാണ് ഞാൻ നിന്നോട് ചോദിച്ചത്. അപ്പോൾ ഇതുപോലെ സച്ചേട്ടൻ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? ആ ഇട്ടാവട്ടത്ത് കറക്കിയതല്ലാതെ പുറത്ത് എവിടെയെങ്കിലും എന്നെ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് രേവതി ചോദിക്കുക. ആദ്യമായിട്ട് ഇന്നാ പുറത്ത് കിടക്കുന്നത്. നമ്മൾ അച്ഛമ്മയുടെ വീട്ടിൽ പോയിട്ടില്ലേ, അതാ ഞാൻ ഉദ്ദേശിച്ചതെന്ന് സച്ചി അന്നേരം പറയുമ്പോൾ അത് സച്ചേട്ടനൊന്ന് മെരുക്കി എടുക്കാൻ വേണ്ടിയിട്ടേ അച്ഛമ്മ ഉണ്ടാക്കിയ ഒരു നാടകമായിരുന്നില്ലേ അത് എന്ന് നമ്മുടെ രേവതി പറയാം. എന്നിട്ട് ഞാൻ മെരിങ്ങോ എന്ന് സച്ചി ചോദിക്കുമ്പം പിന്നെ അല്ലാതെ ഞാൻ സച്ചേട്ടനെ പിടിച്ച് മെരുക്കി കൂട്ടിലടച്ചിട്ടിരിക്കുകയാണെന്ന് രേവതി. അങ്ങനെയല്ലേ സച്ചേട്ടൻ്റെ അമ്മ പറയുന്നേ എന്ന് രേവതി പറയുമ്പം സച്ചി ഒന്ന് ചിരിച്ചു. അങ്ങനെ രേവതിയും സച്ചിയും കൂടെ ഒരു ചെറിയ റൊമാൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോവുക. അപ്പോൾ ആ കോടമഞ്ഞിലൂടെ നല്ല പാട്ടൊക്കെ പാടി രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്തൊക്കെ പോയി ഇരുന്ന് അങ്ങനെ സന്തോഷമായിട്ട് അവരുടെ രണ്ടുപേരുടെയും ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അവർ വണ്ടിയിൽ കയറി പിന്നെയും വണ്ടിയിൽ ഇരുന്ന് ഇങ്ങനെ പോകുമ്പോൾ രേവതി ഇങ്ങനെ സ്വപ്നങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ സച്ചി ഇങ്ങനെ രേവതിയെ നോക്കുക. ശരിയാ, ഞാൻ സച്ചേട്ടനെ ആകെ മാറ്റിയെടുത്തു അല്ലേ സച്ചേട്ടാ, എന്നാലും സച്ചേട്ടൻ്റെ ഒരു സ്വഭാവം മാത്രം എനിക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പം അതിന് ഞാനിപ്പോൾ അങ്ങനെ വെള്ളം അടിക്കാറില്ലല്ലോ എന്ന് പറഞ്ഞു. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, പിന്നെ നിനക്ക് മാറ്റിയെടുക്കാൻ പറ്റാത്ത എൻ്റെ എന്ത് സ്വഭാവം ഉള്ളതെന്ന് ചോദിക്കുമ്പം ഈ മൂക്കിൻ തുമ്പത്തുള്ള സച്ചേട്ടൻ്റെ ദേഷ്യം. അത് കേട്ടപ്പോൾ സച്ചി ഒന്ന് ചിരിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പിന്നെയും ചിരിയും വർത്തമാനവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുക. അങ്ങനെ അവർ മൂന്നാർ എത്തിയിട്ടോ. മൂന്നാറെത്തി ഇങ്ങനെ തേയിലത്തോട്ടത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ സച്ചി ഇങ്ങനെ വണ്ടി ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തി. ആ സമയത്ത് രേവതിയുടെ മുഖം അങ്ങ് വല്ലാതെയായി പെട്ടെന്ന്. അപ്പോൾ സച്ചി ഇങ്ങനെ രേവതിയെ നോക്കുക. അപ്പോൾ എന്താ ഒരു മൂടുമാറ്റം, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം ഒന്നുമില്ല എന്ന് പറഞ്ഞു. വാ ഇപ്പം ശരിക്കും നീ ഇറങ്ങാം എന്ന് പറഞ്ഞോണ്ട് സച്ചി രേവതിയോട് പറഞ്ഞു. ഞാൻ ഇറങ്ങുന്നത് എന്തിനാന്ന് ചോദിച്ചു. കുറച്ച് നേരമേ പ്രേമിച്ചിട്ട് റൂമിൽ പോകാടോ വാടോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാം അങ്ങോട്ടെന്ന് പറഞ്ഞ് സച്ചി രേവതിയോട് ഇറങ്ങാൻ പറയാം. അങ്ങനെ അവരിറങ്ങി. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ തേയിലത്തോട്ടത്തിലൂടെ ഇങ്ങനെ നടന്നു. അതിനുശേഷം മലനിരകളൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു. ഈ സ്ഥലം ഇങ്ങനെയൊന്നും അല്ല നോക്കേണ്ടതെന്ന് സച്ചി പറയുക രേവതിയോട്. ആവശ്യമില്ലാത്ത വിചാരങ്ങളൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് ചുറ്റുമൊന്ന് നീ നോക്കിക്കേ എന്ന് പറയണം സച്ചി. പ്രേമിക്കാൻ പറ്റിയ സ്ഥലമാണെന്നൊക്കെ സച്ചി രേവതിയോട് പറയണം. രമണിയുള്ള സ്ഥലം എന്ന് പറയുമ്പം രമണിയോ അതാരാണെന്ന് ചോദിക്കുമ്പം അല്ല, ഈ മറ്റേ രമണിയില്ലേ, ഈ കവികളൊക്കെ പറയുന്ന ഒരു സംഭവം ഇല്ലേ, അത് തന്നെ, പ്രകൃതി രമണി. ഇതൊക്കെ രേവതിക്ക് ചിരി വന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ഒന്നാമതൊരു ചളി അടിച്ചിട്ടും ഇത്രയും ചിരിയെ നിനക്ക് വന്നുള്ളൂ എന്ന് ചോദിച്ചു.
അപ്പോൾ എൻ്റെ കോമഡി വെറുതെ വേസ്റ്റായെന്ന് പറഞ്ഞാൽ മതിയല്ലോ അല്ലേ എന്ന് സച്ചി പറഞ്ഞപ്പം സച്ചേട്ടാ വാ എന്ന് പറഞ്ഞ് രേവതി സച്ചിയുടെ കയ്യും പിടിച്ച് ഇങ്ങനെ അതെല്ലാം നടക്കുക. അതെല്ലാം നടക്കുന്നതുകൊണ്ട് ദേവുവിന് ഹോസ്പിറ്റലിൽ പോകണം, അമ്മയ്ക്ക് കടയിലും പോകണം, പിന്നെ ശരത്തിന് കോളേജിൽ പോകണം. ഏതെങ്കിലും കസ്റ്റമേഴ്സിനെ വിട്ടുപോയാൽ അവർ വേറൊരാളുടെ കയ്യിൽ നിന്ന് പൂ വാങ്ങിക്കുമെന്നും അത് എൻ്റെ കച്ചവടത്തെ ബാധിക്കുമെന്നൊക്കെ രേവതി പറയുക. അത് കേട്ടപ്പോൾ എൻ്റെ പൊന്ന് രേവതി, ആ കാര്യം നീ ഒന്ന് വിട്, ഇത്രയും ടെൻഷനുകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്, മനസ്സിലായോ എന്ന് ചോദിച്ചു. നീ ഇങ്ങ് വന്ന് ഇങ്ങോട്ടെന്ന് പറഞ്ഞു രേവതിയും കയ്യെ പിടിച്ച് സച്ചി ഇങ്ങനെ അതിലങ്ങ് പോവാം. അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ നടന്ന് കുറേ ദൂരമൊക്കെ ഇങ്ങനെ നടന്നു. അപ്പോഴും രേവതി ഈ വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ പൊന്ന് രേവതി, കച്ചവടം പോകുന്നെങ്കിൽ അതങ്ങ് പോട്ടെ എൻ്റെ രേവതി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി. ഒരാൾ പോയാൽ വേറൊരാൾ വരും, പിന്നെ അയാളും പോയാൽ മറ്റൊരാൾ, ചിലപ്പോൾ ആരും വന്നില്ലെന്നും ഇരിക്കും, അത്രേ ഉള്ളൂ എന്നൊക്കെ സച്ചി പറയുമ്പം അതൊന്നും പറ്റില്ല, ഒരു കസ്റ്റമറും കയ്യിൽ നിന്ന് പോകാൻ പാടില്ല, അങ്ങനെയാണെങ്കിലേ നമുക്ക് ഇപ്പം തന്നെ തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പൊന്ന് ദൈവമേ, ഇതിനൊന്ന് ആശ്വസിപ്പിക്കാൻ ഒരു നല്ല വാക്ക് പോലും പറയാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതും പറഞ്ഞ് സച്ചി, എടോ അങ്ങനെ കസ്റ്റമർ പോകുമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഈ ടൂറിൻ്റെ പേരിൽ എന്ത് വന്നാലും നമ്മൾ ഒരുമിച്ചത് ഫേസ് ചെയ്യുമെന്നാ പറഞ്ഞതെന്ന് സച്ചി രേവതിയോട് പറയാം. ദേ നോക്ക്, നീ ഇങ്ങ് വന്ന് ഇവിടെ ഒന്നിരിക്കാൻ പറഞ്ഞു. അങ്ങനെ സച്ചി രേവതിയെ വിളിച്ച് അടുത്തിരുത്തി. പിന്നെ ഇങ്ങനെ നമ്മുടെ സച്ചി ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നല്ല റൊമാൻറ്റിക് മൂഡിൽ വരുമ്പോൾ വീണ്ടും രേവതി പൂക്കച്ചവടത്തിൻ്റെ കാര്യം പറയാം. നമുക്കൊന്ന് വീട്ടിലേക്ക് വിളിച്ചു നോക്കിയാലോ, ഇത് അവിടുത്തെ ടെൻഷനും കൊണ്ട് വന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുക സച്ചി. എൻ്റെ പൊന്ന രേവതി, എൻ്റെ വായിന്ന് ടെൻഷൻ അടിപ്പിക്കുന്ന ഏത് വാക്ക് വീഴുമെന്ന് നോക്കിയിരിക്കുകയാണോ നീ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി ഇങ്ങനെ ദേഷ്യപ്പെടുക. ദേ ഇനി നാട്ടിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് താഴേക്കെടുത്ത് ചാടും കേട്ടോ എന്ന് സച്ചി പറഞ്ഞു. എന്നെ സച്ചേട്ടി പറയുന്നത്? ഞാൻ ചാടും എന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ സച്ചേട്ടാ, അയ്യോ സച്ചേട്ടാ എന്ന് പറഞ്ഞ് രേവതി പിന്നാലെ നിന്നു. അപ്പോൾ ഞാൻ ചാടും എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി. അപ്പോൾ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി ചാടുമെന്ന് പറഞ്ഞു അങ്ങോട്ടേക്ക് ചെന്നപ്പോഴത്തേക്കും രേവതി പിടിച്ച ഒരു ഒറ്റ വലിയായിരുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി അങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഇനി ഞാൻ ചാടില്ല എന്ന് പറഞ്ഞു. ഇനി ഞാൻ പറയില്ല എന്ന് രേവതി പറയുമ്പോൾ എന്നാൽ ഇനി ഞാൻ ചാടില്ല എന്ന് സച്ചിയും പറഞ്ഞു. അത് കഴിഞ്ഞ് നല്ല സ്ഥലങ്ങളൊക്കെ കാണിക്കാം. അത് കഴിഞ്ഞൊരിടത്ത് പോയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ദൂരമുള്ള ഒരു സ്ഥലത്തേക്ക് വരുന്നത്. ശരിക്കും അങ്ങനെയല്ല പറയേണ്ടത്, ആദ്യമായിട്ട് നാട്ടിൽ നിന്ന് ഇത്രയും ദൂരം എന്ന് പറയണമെന്ന് രേവതി സച്ചിയോട് പറയണം. അപ്പം ഞാനേ ഇവിടെയൊക്കെ ഓട്ടം വന്നിട്ടുണ്ടെന്ന് സച്ചി രേവതിയോട് പറയുവാണ്. എന്നാലും സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ കൂടെ വരുന്നത് അങ്ങനെ അല്ലല്ലോ എന്ന് സച്ചി രേവതിയോട് പറയണം. ആ സ്ഥിതിക്ക് ഇത് എൻ്റെയും ആദ്യ യാത്രയാണെന്നും സച്ചി രേവതിയോട് പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ അവിടെ ഇരിക്കുന്നു. അപ്പോൾ സച്ചി ഇതൊരു തുടക്കം മാത്രമാണെന്ന് രേവതിയോട് പറയുന്നു. ഇനി നമ്മൾ ഇതൊക്കെ മേലെ പോകുമെന്ന് സച്ചി രേവതിക്ക് വാക്കൊക്കെ കൊടുക്കുന്നു. ഊട്ടി, കൊടൈക്കനാൽ, കാശ്മീർ, അപ്പോൾ സ്വിറ്റ്സർലൻഡ്, പാരീസ് അങ്ങനെയൊക്കെ പോകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അങ്ങനെ നമ്മുടെ സച്ചി ഇങ്ങനെ രേവതിയും അതുപോലെ സച്ചിയും കൂടെ സ്വപ്നങ്ങളൊക്കെ ഒരുപാട് കണ്ടുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർ പറയുന്ന കഥകളൊക്കെ സച്ചി ഇങ്ങനെ പറയുന്നു. അങ്ങനെ മൂന്നാറിൻ എന്ന് വന്ന പേരിൻ്റെ അർത്ഥവും കാര്യങ്ങളെല്ലാം ഇങ്ങനെ സച്ചി രേവതിക്ക് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ ഇരിക്കുന്നു. കുറേ പൂക്കൾ നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ച് നാട്ടിൽ കൊണ്ടുപോയിട്ട് മാലുണ്ടാക്കി വിൽക്കണം എന്ന് രേവതി പറഞ്ഞപ്പം സച്ചിക്ക് ദേഷ്യം വന്നു. പ്രണയത്തിൻ്റെയും ഭക്തിയുടെയൊക്കെ പ്രതീകമാകുമ്പോഴേ വാങ്ങാൻ ഒരുപാട് പേര് താല്പര്യം കാണിക്കുമെന്ന് പറയും. അപ്പോൾ സച്ചി ഇങ്ങനെ അവിടെയും പൂക്കച്ചടം അല്ലേ നിന്നെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഒരു ഇടിയും കൂടെ വെച്ച് കൊടുത്തു രേവതിക്ക്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പിന്നെ ഇങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ സ്വപ്നമൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. ടാറ്റാ.